ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും BKMന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൈടെക് കേജിനെ കുറിച്ചാണ്. 90 കോഴി നാടൻ കോഴികളാക്കാൻ പറ്റാവുന്ന ഹൈടെക് കേജിനെ കുറിച്ച്. അതിൽ അടയിരുത്താനും പിന്നെ മുട്ടയിടാനുള്ള എല്ലാവിധ ഫെസിലിറ്റിയും, വേസ്റ്റ്, വെള്ളം, നിപ്പിൾ ഡിങ്കർ, എല്ലാവിധ സൗകര്യങ്ങളും ഈ കേജിലുണ്ട്. ഈ കേജ് നിർമ്മിച്ചിട്ടുള്ളത് PG അബ്ദുൽ ഖാദർ, പൂവത്തുംകടവിൽ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കൊടുങ്ങല്ലൂരാണ്. അദ്ദേഹം പ്രവാസിയാണ്. നമ്മളെല്ലാ കേജുകളും അദ്ദേഹം കാണാറുണ്ട്, എല്ലാ വീഡിയോകളും കാണാറുണ്ട്, നല്ല പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അപ്പോൾ എനിക്കൊരു കേജ് വേണം. അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണമാണ് നമ്മൾ ഈ കേജ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ കിടക്കാം. അദ്ദേഹം അബുദാബിയിൽ ഇപ്പോൾ ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എൻജിനീയറും ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പ്രവാസിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ട് നിർമ്മിച്ച ഒരു മനോഹരമായ കേജിനെ കുറിച്ചാണ് നമ്മളിതിൻ്റെ വിശേഷങ്ങൾ കിടക്കാം. ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് 7 ഫുട്ടാണ് വരുന്നത്. ഓരോ ടെക്കറിന് 2 അടി, സാധാരണ 2 അടി നമ്മൾ കൊടുക്കാറ്. അപ്പോൾ 2 അടിയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 അടി ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2 അടി ലെഗിന് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത്ര ഹൈറ്റ് കൊടുക്കണം എന്ന് വെച്ചാൽ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടയിരുത്താൻ വേണ്ടി ഒരു കള്ളിയിൽ 2 അറകളാണ് നമ്മൾ ഇതിൽ ഒരുക്കിയിട്ടുള്ളത്. ഒരു അറയിലുള്ളിൽ 2 കോഴി മുട്ടയിടാനും അടയിരുത്താനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ടോട്ടലി 3 പാർട്ടേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതതിൻ്റെ ഉള്ളിൽ കാണിക്കുമ്പോൾ വിശദമായിട്ട് മനസ്സിലാവും. വീഡിയോ ശരിക്കും ശരിയായ രീതിയിൽ നമ്മൾ കാണാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അവിടെയും കോഴീനാക്കാൻ വേണ്ടിയിട്ട് ഡോറുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലും നമ്മൾ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇതിന് 3 ഡോറുകൾ നമ്മൾ ഫ്രണ്ടിൽ തന്നെ കോഴീനാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോറുണ്ട്, ഇവിടെയും ഡോറുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലും നമുക്ക് ഡോറുകളുണ്ട്. 2 ഡോറുകൾ നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സർവീസ് ചെയ്യാനും അതേപോലെ ഇതിന് എല്ലാവിധ കസ്റ്റമർക്ക് എല്ലാവിധ സൗകര്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ഇതിന് ഫെസിലിറ്റി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഭക്ഷണം വെച്ചുകൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് സൗകര്യം ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ 2 സൗകര്യങ്ങളാണ് ഇതിൽ ചെയ്ത്. 2 പാത്തി. നമ്മൾ പാത്തി സാധാരണ പറയുന്ന പോലെ തന്നെ വീഡിയോയിൽ ഇതെടുത്ത് ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്ത് ഭക്ഷണം വെച്ചിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് പ്രായമുള്ള ആൾക്കാർക്കും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാത്തി സിസ്റ്റം അങ്ങനെ ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിച്ച് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇവിടെ വെക്കാൻ കഴിയും. ഈ നെറ്റ് കൊടുത്തിരിക്കുന്നത് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. കോഴി നിന്നുമ്പോൾ ഇത് വേസ്റ്റ് ആവില്ല. അതിൽ മുട്ട ഇങ്ങോട്ടേക്ക് വരും. അതിന് നമ്മളിവിടെ റെക്സിൻ ഫിറ്റാക്കിയിട്ടുണ്ട്. ഇത് മുട്ട പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെക്സിൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ 3 ഡോറുകളാണ് ഒരു ഫ്ലോറിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 3 ഡോറ് അടിയിലും അതേപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3 വേസ്റ്റ് ട്രേ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പൗഡർ കോട്ട് ട്രേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ട്രേ ആണ്. ഇത് വേസ്റ്റ് ഒക്കെ ഇടുമ്പോൾ നമ്മൾ കഴുകുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഉരക്കം ചെയ്യരുത്. ഹാർഡായ സാധനം കൊണ്ടൊന്നും ഉരയ്ക്കരുത്. നമ്മൾ അതിൽ ഫ്ലക്സ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം ഇത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ അടിയിലും നമ്മൾ ഇതേപോലെ തന്നെ ഭക്ഷണം വെച്ച് കൊടുക്കുന്നതിൻ്റെ പാത്തി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമുക്ക് എടുത്തിട്ട് ഊരി ക്ലീൻ ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്കും എടുത്തിട്ട് ക്ലീൻ ചെയ്യാം. വളരെ സിമ്പിളാണ്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലും നമ്മൾ ഈ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇതുവഴിയും കോഴീനാക്കാൻ കഴിയും. ഡോറുകൾ, എല്ലാ ഡോറുകളും നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റാവുന്ന സൗകര്യത്തിലാണ് ഈ കേജ് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാതും പൂട്ടിയിട്ട് നമുക്ക് പോവാം. ഫുൾ സേഫ്റ്റിയാണ്. പുലി, കാട്ടുപൂച്ച, ഇനിയിപ്പോൾ ഏത് സാധനം കാട്ടിലെ ഏത് സാധനം വന്നാലും ഇതിൽ ഒന്നിനും പിടിക്കാൻ കഴിയില്ല. അതിൽ ഇവിടെ ഇതിന് ഭക്ഷണം വെച്ച് കൊടുക്കാനുള്ളതുണ്ട്. മുട്ട ഇങ്ങോട്ടേക്ക് വരും, ഇവിടുന്ന് കളക്ട് ചെയ്താൽ മതി. അങ്ങനെ ടോട്ടലി 20 ഡോറുകളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തുള്ളതെല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേന് നമുക്ക് കോഴിനാക്കാം, അടയിരിക്കാം, മുട്ട എടുക്കാം. ഇവിടെയും നമ്മൾ അതേപോലെ ചെയ്തിട്ടുണ്ട്. മുട്ട എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഇവിടെയും ഡോറുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് സർവീസൊക്കെ ചെയ്യുന്നതിന് വേണ്ടി വളരെ ഫ്രീ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിൽ നിപ്പിൾ ഡിങ്കർ നമ്മൾ ഈ സൈഡിലാണ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ സൈഡിലാണ് കൊടുക്കാറ്. കസ്റ്റമർ ഗഫൂർ സാർ പറഞ്ഞിട്ടാണ് പ്രത്യേകം നമ്മൾ ഇതിവിടെ സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഓരോ റൂമിൽ അങ്ങനെ 12 അടയിരുത്തുന്ന കോഴീനെ അടയിരുത്താനുള്ള സൗകര്യമാണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. മുട്ട ഇടാനും 12 കോഴികൾക്ക് പറ്റും, അടയിരുത്താനും ഒരേ സമയത്ത് പറ്റും. ഇത് നമ്മളിവിടെ ഒരു ഷീറ്റ് വെച്ചെന്ന് വെച്ചാൽ വേസ്റ്റ് ഒന്നും ഇതിലേക്ക് കോഴിയുടെ വേസ്റ്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വെള്ളത്തിന്റെ ടാങ്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. ഇതിന്റെ വേസ്റ്റ് നമ്മൾ എന്തെങ്കിലും മരുന്നോ സാധനമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈപ്പ് കൂടെ വെച്ചിട്ടുള്ളത്. പിന്നെ എയർ കിട്ടിയെങ്കിൽ നന്നായിട്ട് കോഴിക്ക് വെള്ളം കിട്ടും. ഇത് എല്ലാ ഹാളുകളും നമുക്ക് ഹാളായിട്ടും റൂമായിട്ടും ഒക്കെ ഇത് ഉപയോഗിക്കാൻ കഴിയും. ഇത് നമുക്കിപ്പോൾ ഹാളായി, മൊത്തത്തിൽ ഇത് ഹാളായി. ഇനി വേണമെങ്കിൽ ഇത് 3 റൂമായിട്ട് പാർട്ടേഷൻ ചെയ്യാൻ പറ്റും. നല്ല അരക്കര kg 10 kg നെറ്റാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. GI ആണ്. അപ്പോൾ നമ്മൾ എല്ലാം പെയിന്റ് ഇടയ്ക്ക് ഓരോ വർഷത്തിൽ നന്നായിട്ട് പെയിന്റിങ് ചെയ്യണം, ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പം നല്ല കേജുകളൊക്കെ നമുക്ക് കൂടുതൽ കാലം നിൽക്കണമെങ്കിൽ അതിന് നന്നായിട്ട് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ മുട്ട ഇട്ട് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും, ഫുഡ് വേസ്റ്റ് ഒന്നും ഇങ്ങോട്ടേക്ക് വരില്ല. അപ്പോൾ എല്ലാ ഫെസിലിറ്റികളും ഉള്ള നല്ല സ്ട്രോങ് കൂടാണ്. സാധാരണ എല്ലാവർക്കും ഇത് വാങ്ങാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, മേലെ ഇതേപോലെ ഉണ്ട്. അടിയിൽ 45 കോഴികൾക്കും മേലിൽ 45 കോഴികൾക്കുള്ള സൗകര്യമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് ബാക്കിൽ ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഹാളായിട്ട് ഉപയോഗിക്കാം, റൂമായിട്ട് ഉപയോഗിക്കാം. 45 കോഴികൾക്ക് ഇവിടെ നമുക്ക് വളർത്താൻ കഴിയും. വളരെ നന്നായിട്ട് വളർത്താം. നാടൻ കോഴികൾക്കാണ് ഞാൻ പറയുന്നത്, BB3 അല്ല, നാടൻ കോഴികൾക്ക്. അതുപോലെ തന്നെ മുകളിൽ 3 ഇത് ഇവിടെ ചെയ്തിട്ടുണ്ട്. ആ മുട്ട ഇടാനും അടയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 6 കോഴികൾക്ക് ഒരേ സമയത്ത് മുട്ട ഇടാനും അടയിരുത്താനുള്ള സൗകര്യം ഇതിലുണ്ട്. അതുപോലെ തന്നെ 45 കോഴികൾക്ക് ഇതിനടിയിൽ എല്ലാവിധ അടിയിൽ കൂടെ അവർക്ക് ഭക്ഷണം കഴിക്കാനും മറ്റേനും ഒന്നൊരു തടസ്സമില്ലാത്ത രീതിയിലാണ് ഈ KG നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള സംഭവത്തിലാണ് ചെയ്തിരുന്നത്. ഇതെല്ലാം ഗഫൂർ സാറിൻ്റെ ഒരു സജഷനാണ്. നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യണം, അദ്ദേഹം പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഇതിന് ഒരു ടാങ്ക് ഇവിടെയും ഒരു ടാങ്ക് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാധാരണ നമ്മൾ ഇങ്ങനെ ഒരു ഫ്ലോറിന് ഒറ്റ തരത്തിലാണ് അതിന് കൊടുക്കല്. അതിന് പകരം നമ്മൾ ഇതിൻ്റെ അലൈൻമെന്റ് മൊത്തം തെറ്റി. അപ്പോൾ ആദ്യം അവിടെ ആയിരുന്നു, ഇതിപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റുമ്പോൾ ഈ സാധനത്തിന് എന്ന് വെച്ചാൽ നമ്മൾ ടാങ്കിൽ അടിയിൽ മുകളിലത്തെ ഫ്ലോറിന് ഒന്നായിട്ട് കണക്ട് ചെയ്തെടുക്കണം. ഈ പകുതി വരെ ഈ ടാങ്കിൽ നിന്നും പകുതി വരെ ഈ ടാങ്കിൽ നിന്നാണ് കൊടുത്തിരുന്നത്. ഇവിടെ നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്കൊരു വേസ്റ്റ് വെള്ളം അതുപോലെ എന്തെങ്കിലും കച്ചറൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതിൽ ക്ലിയർ ചെയ്ത് പോകാൻ കഴിയും. ടോട്ടലി 90 കോഴികൾക്ക് ആക്കാൻ പറ്റാവുന്ന നാടൻ കോഴികൾക്കുള്ള സൗകര്യമാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് റൂഫുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. റൂഫ് ഏരിയയിലാണ് ഈ കേജ് വെക്കാനുള്ളത്. എല്ലാ പീസുകളും നെറ്റ് ബോൾട്ട് സിസ്റ്റാണ്. എല്ലാം നമുക്ക് ഊരെടുക്കാൻ കഴിയും. എല്ലാ പീസുകളും പീസായിട്ട് നമുക്ക് ഊരെടുക്കാൻ കഴിയും. ഇതിൽ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ് അരക്കര 10 kg, 1.25 പൈപ്പ് ട്യൂബാണ്, 16 kg പൈപ്പാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. 3/4 16 kg പൈപ്പുകളാണ് ഉപയോഗിച്ചിരുന്നത്. എല്ലാ സാധനങ്ങളും നല്ല KG ഉള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രൈമർ അടിച്ച് പെയിന്റ് അടിച്ചിട്ടുണ്ട്. കസ്റ്റമർക്ക് ഇപ്പോൾ പെട്ടെന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാ കേജുകളും വാങ്ങുമ്പോൾ പ്രത്യേകം പറയാറുണ്ട്, മെയിൻ്റനൻസ് നിർബന്ധമാണ് ഓരോ കേജുകൾക്കും. സാധാരണ നമ്മൾ മേടിച്ചിട്ട് വലിയൊരു എമൗണ്ടിൽ നമ്മൾ മേടിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് ഒന്നും ശ്രദ്ധിക്കാതെ വന്നത് വളരെ പെട്ടെന്ന് നാശമാവും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല മെറ്റീരിയൽസിൽ ഉപയോഗിച്ച് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു വാഹനം എടുത്താൽ, ബുള്ളറ്റ് എടുത്താൽ അല്ലെങ്കിൽ ഒരു താർ എടുത്താൽ
നല്ല വാഹനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മളത് കൊണ്ടുവയ്ക്കുന്നത്. പൈസ ഉണ്ടായിട്ട് മാത്രമല്ല, നമ്മുടെ ഒരു ആഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ എൻ്റെ കൂടുകൾ വാങ്ങണമെങ്കിൽ എല്ലാവർക്കും സാധിക്കില്ല. എന്ന് വെച്ചാൽ കോസ്റ്റ്ലിയാണ്, നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും, നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്യണം. അങ്ങനെ കുറേ സംഭവങ്ങൾ പെട്ടെന്ന് ഒരു കോഴിക്കോട് ഉണ്ടാക്കിയിട്ട് തരണം പറഞ്ഞാൽ ഹൈടെക് സാധനം ഉണ്ടാക്കിയിട്ട് നമ്മളെത്തി കഴിയില്ല. അപ്പോൾ നല്ല കേജുകൾക്ക് ടൈം വരും, ഓർഡർ വരും. ഇപ്പം അദ്ദേഹം ഒരുപാട് ദിവസം തന്നിറക്കണം. അപ്പോൾ നമുക്ക് തന്നെ കുറച്ച് ദിവസം ഓർഡറും കാര്യങ്ങളും നമ്മുടെ സ്റ്റാഫിൻ്റെ ഒക്കെ ചെറിയ പ്രശ്നങ്ങൾ കാരണം നമുക്ക് കുറച്ചൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട്. എന്നാലും മാക്സിമം സ്പീഡിലായിട്ട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല സാധനങ്ങൾക്ക് വേണ്ട ആൾക്കാരാണെന്ന് വെച്ചാൽ പരമാവധി ഞാൻ പറയാറുണ്ട്, എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്, വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക. തിരക്കിൻ്റെ ഇടയിൽ കൂടെ ആയതുകൊണ്ടാണ് നമ്മൾ വിളിക്കരുത് പറഞ്ഞത്. വിളിച്ചാലൊന്നും മനസ്സിലാവില്ല. ഈ കേജാണ് വേണ്ടിച്ചെങ്കിൽ ഇതിൻ്റെ ലിങ്ക് വാട്സാപ്പിൽ അയച്ചു തന്നാൽ സ്ഥലം പറഞ്ഞ ഡെലിവറി, അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ നമ്മുടെ സിസ്റ്റം. ഇത് കണ്ട ഉടനെ തന്നെ എത്രയെന്ന് പറഞ്ഞ ആൾക്കാർ വിളിക്കുകയാണ്. വിളിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അത്രയും കേജുകൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നല്ല കേജുകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും ഊരിയെടുത്തിട്ട് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഇത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, എവിടേക്ക് വേണമെങ്കിലും മാറ്റി വെക്കാം. ഏറ്റവും നല്ല ഇതാണ് വർഷത്തിൽ ഒരിക്കൽ പെയിന്റ് അടിക്കുക. മറ്റുള്ള കാര്യങ്ങൾ മെയിൻ്റനൻസ് നിർബന്ധമാണ്. ഇപ്പോൾ നമ്മൾ വാഹനങ്ങൾ എടുത്താലും നമ്മൾ സർവീസിന് കൊടുക്കണം. അതേപോലെ തന്നെ നല്ല കേജുകൾ, നല്ല മോഡൽ കേജുകൾ വാങ്ങുന്നുണ്ടെങ്കിൽ, നമ്മുടെയൊക്കെ വരുന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് നന്നായി നോക്കാൻ പറ്റാവുന്ന ആൾക്കാർ മാത്രം ഇത് വാങ്ങുക. അതേപോലെ തന്നെ ഇത് എല്ലാവർക്കും ഇത് വാങ്ങണം എന്ന് ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ കോസ്റ്റ്ലി സാധനങ്ങളാണ്. അപ്പോൾ അതിന് പറ്റുന്നവർ മാത്രം വാങ്ങുക. അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ഇതേപോലെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊക്കെ അത് ആദ്യം ചെയ്യുമ്പോൾ തന്നെ ഇപ്പം തന്നെ പല ആളുകൾ നമ്മളെ കണ്ടിട്ട് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും അറിയാം നമ്മളാണ് ഈ സാധനം ആദ്യമായിട്ട് ഇത്രയും നല്ല മോഡലുകളൊക്കെ ഇറക്കാൻ തുടങ്ങിയത്. അപ്പോൾ അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് അവർ നന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. ഇതിന് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിൽ നമ്മൾ ചോദിക്കുക. ഇത് ഫുള്ള് സേഫ്റ്റിയാണ്. എവിടെ വേണമെങ്കിലും ലോക്ക് ചെയ്തിട്ട് നമുക്ക് പോവാം. ഒരു മൃഗങ്ങളൊന്നും ഉപദ്രവിക്കില്ല. ഫുൾ സേഫ്റ്റിയാണ്. കൂടുതൽ കാലം നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് സർവീസ് നന്നായിട്ട് ചെയ്യണമെന്നാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. ഇതാണിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയേണ്ടത്. ഒരിക്കൽ കൂടി പറഞ്ഞ 90 കോഴികൾക്ക്, നാടൻ കോഴികൾക്ക് വേണ്ടിയിട്ടുള്ള സെറ്റ് ചെയ്ത കേജാണ്. അപ്പോൾ ഇത്തരം കേജുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ചെയ്യേണ്ടത് എത്രമാത്രം, അതിൻ്റെ ലിങ്ക് വാട്സാപ്പിൽ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ വാട്സാപ്പിൽ വോയിസിൽ ചോദിച്ചാൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജിലോ ചെയ്യുക. പരമാവധി വിളിക്കരുത്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും പറഞ്ഞു തരും. അപ്പോൾ ഇനിയും ഇതേപോലെ നല്ല ഒരു കേജുമായിട്ട് വരാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ സുഹേലിനോടൊപ്പം സുനിൽ വളയംകുളം സൈനിങ് ഔട്ട്.